എന്തായി? ടെൻഷൻ വേണ്ട സർ. കളക്ടർ സ്റ്റേ ഓർഡർ തരും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാവോ? കണ്ടപ്പോഴേ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. മനസ്സ് തുടിക്കുന്നുണ്ട് വിഷ്ണുവേട്ട. പക്ഷെ എന്തു പറ്റി? ഒന്നുമില്ല, ചെറിയൊരു തലവെറ്റല്. എന്തു പറ്റി? ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? ഇല്ല, അത് സാരമില്ല. സാറ് ഇങ്ങോട്ടിരിക്കാം. സാരമില്ല, കൈവിട്ട്, കുഴപ്പമില്ല. മാഡം, ആ സജി ഇങ്ങോട്ടത്ത് പറഞ്ഞേക്ക്. ശരി മാഡം. സജി സർ, ആ കളക്ടർ വിളിക്കുന്നു. ഓ മേഡം. സജി, ഇത് അയാൾക്ക് കൊടുക്കണം. ആർക്കാ മേഡം? ദേ അയാൾക്ക്. അയാൾ ഈ സമയം വരെ ഒന്നും കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. എങ്ങനെയെങ്കിലും ഇത് അയാളെ കൊണ്ട് കഴിപ്പിക്കണം. ആള് വലിയൊരു അഭിമാനിയാ. ആരുടെയും സൗജന്യങ്ങളൊന്നും സ്വീകരിക്കില്ല. എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടായാലും കുഴപ്പമില്ല, അത് സജിയുടെ മിടുക്ക് പോലെ ഇരിക്കും. ഇതൊരു ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കിക്കാം. ശരി മേഡം. സാർ, ഇത് കഴിക്കണം സാർ. എന്താ അത്? ഉച്ചഭക്ഷണമാണ് സാർ. അല്ല, എനിക്ക് വേണ്ട, കുഴപ്പമില്ല. അങ്ങനെ പറയരുത് സാർ. ഇത് നിർദ്ധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായത്തിന് വേണ്ടിയാണ് സാർ. ഞങ്ങൾ സ്റ്റാഫ് ഓരോരുത്തരും എല്ലാ ദിവസവും ഒരു ഫുഡ് പാക്കറ്റ് കൂടി അധികമായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരും. ഉച്ച സമയത്ത് പുറത്തു പോകാൻ കഴിയാത്ത സന്ദർശകരുണ്ടെങ്കിൽ ഭക്ഷണം അവർക്ക് കൊടുത്ത് പണം വാങ്ങിക്കും. അത് നിർദ്ധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസ സഹായത്തിന് വേണ്ടിയാണ് സാർ നീക്കി വയ്ക്കുന്നത്. സാറിന്
ഞങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ മടിയില്ലെങ്കിൽ നിർത്തൻ്റായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് സാർ. സാറിന് വേണ്ടെങ്കിൽ അല്ല വേണ്ട, ഇങ്ങ് വന്നോളൂ, ഞാൻ കഴിച്ചോളാം. എന്താ സാർ? അല്ല, കൈ കഴുകാനായിട്ട്. സാർ ഇതാ അവിടെ. ആ, ഞാൻ പോയിട്ട് വരാം. അല്ല, ഇവിടെ ഇരുന്ന് കഴിച്ചൂടെ? ആ, കഴിക്കാം. അല്ല, ഈ പദ്ധതിയുടെ പേരെന്താ? ഫുഡ് ചലഞ്ച് സാർ. പുതിയ കളക്ടറുടെ പദ്ധതിയാ. പുതിയ കളക്ടർ ആൾ കൊള്ളാലോ. യെസ് സാർ, വെരി സ്മാർട്ട്. നിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതപ്പീലി തന്നു. നിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള എന്തെങ്കിലും കുഴപ്പം? പീലി തന്നു. എന്റെ ഈ ഭക്ഷണം ആരുണ്ടാക്കിയതാ? നിന്നാത്മശിഖര എൻ്റെ അമ്മ ഉണ്ടാക്കിയാണ് സാർ. ആത്മശിഖരത്തിലൊരു തന്നു. എന്താ സാർ? ഒന്നുമില്ല. എനിക്ക് കഴിച്ചോളൂ സാർ. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്റെ നീയായി വളർത്തുന്നതെങ്കു വേറെ. ഒരു കുഞ്ഞു പൂവിലും തളിർക്കാറ്റിലും നിന്നെ നീയായി വളർത്തുന്നതെങ്കു വേറെ. ജീവനൊഴുകുമ്പോൾ ഒരു തുള്ളി ഒഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്കു വേറെ. കനവിന്റെ ഇതളായി നിന്നെ പടർത്തി നീ വിരിച്ചൊരാകാശമെങ്കു വേറെ. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിധ താരാട്ടു തളരുമ്പോഴും. ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും നേർത്തൊരരുവിധ താരാട്ടു തളരുമ്പോഴും. കനിവിലൊരു കല്ലു കനിമധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം പൊരുത്തിരിക്കുന്നു. നിന്നിൽ ഭയം തിരഞ്ഞു പോകും. സാർ ഇതാ വെള്ളം. താങ്ക്സ്. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം. ഉരുകി നിന്നാത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് എൻ്റെ സ്വർഗം.
ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു സാർ? വളരെ നന്നായിരുന്നു. അമ്മയോട് പറയണം ദൈവം അനുഗ്രഹിച്ച കൈകൾ അത് ഉണ്ടാക്കിയെന്ന്. ഓർഡർ ആയിട്ടുണ്ട് സർ. ഇനി കളക്ടർ ഒപ്പുവെച്ചാ മതി. ആ. മാഡം, ഓർഡർ തയ്യാറായിട്ടുണ്ട്. ഓ, അതുകൊണ്ടാണല്ലേ ഹോട്ടലിലെ നവീകരണത്തിനുള്ള രൂപരേഖ അയച്ചു കൊടുത്തിട്ടും കോർപ്പറേഷൻ ഫയലൊന്നും നീക്കാതിരുന്നത്. വിഷ്ണുവിന് കലക്ടറെ കണ്ട് കാര്യം ബോധിപ്പിക്കാൻ സാധിച്ചാൽ മതിയായിരുന്നു. ആ, ശ്യാമേ, ഒരു ചായ എടുത്തുണ്ടോ? ശ്യാമേ, എന്താ സത്യമേ? രോഹിത് പറഞ്ഞത് കേട്ടില്ല നീ? പിന്നെ എന്താ? ചായ എടുത്തോണ്ട് വരാൻ. ആ. ഏത് ലോകത്താ നീ? ആ, ഞാനിപ്പോ കൊണ്ടുവരാം. ഇവൾക്ക് ഇതെന്താ പറ്റിയത്? കളക്ടറുടെ കാര്യം പറഞ്ഞപ്പോ മുതലൊരു പേടിയും പരവേശവും ഒക്കെയാ. പോലീസിനെ പേടിക്കാം, കളക്ടറെ പേടിക്കണം. കളക്ടറെ കണ്ടു കുഞ്ഞേ? ഇല്ല. ഇല്ലേ? അപ്പൊ കളക്ടറെ കൊണ്ടുപോയി. ഇതെന്ത് കഥ? ആ, എന്തായി? സ്റ്റേ ഓർഡർ കിട്ടി. അതിന് കുഞ്ഞ് കളക്ടറെ കണ്ടില്ലെന്നല്ലേ പറഞ്ഞേ? പിന്നെ എങ്ങനെ സ്റ്റേ ഓർഡർ കിട്ടിയത്? കളക്ടറെ കാണേണ്ടി വന്നില്ല. പിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ തന്നെ കളക്ടറോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സ്റ്റേ ഓർഡർ ഒപ്പിട്ട് തന്നു. ദൈവമേ, കുഞ്ഞേച്ചി തന്നെ രക്ഷിച്ചു. എന്തു പറ്റി കുഞ്ഞ്? അത് അറിയാതെ കയ്യൊന്ന് വിറച്ചു. അയ്യോ, ഞാൻ തുടച്ചിട്ട് വേറെ ചായ എടുക്കാം. കുഞ്ഞവിടെ പോയിരുന്നു. വിഷ്ണു, നീയൊന്നും കഴിച്ചില്ലല്ലോ. ചോറെടുത്ത് വെക്കാൻ പറയട്ടെ? വേണ്ട, ഞാൻ കളക്ടറേറ്റിൽ നിന്ന് കഴിച്ചു. എന്നാ പോയി റെഡി ആയിക്കോ.
വിജയകുമാറെ, നിങ്ങളിപ്പോ എവിടെ എത്തി? സത്യമായി ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക. കൂടിപ്പോയ ഒരമണിക്കൂർ. ആ പോര് പോര്, അവനിവിടെ എത്തിയിട്ടുണ്ട്. ആ ശരി സത്യമേ. അല്ല ഭാമേ, ഈ വിജയകുമാർ എന്ന് പറയുന്നത് അന്ന് ഇവിടെ വന്ന ബ്രോക്കർ ഇല്ലേ രാഘവേട്ട, അയാള് തന്നെയാ. ഷൺമുഖദാസിനെയും മകളെയൊക്കെ കൂട്ടിക്കൊണ്ട് വിജയകുമാർ വരുന്നത്. അവര് വരുമ്പോ ഇവനിവിടെ ഉണ്ടാവില്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആ ആശങ്ക മാറിക്കിട്ടി. എന്തിനാ ഭാമേ അവരിപ്പോ ഇങ്ങോട്ട് വരുന്നത്? ഇതൊക്കെ നമ്മൾ പറഞ്ഞവസാനിപ്പിച്ചതല്ലേ? പറഞ്ഞു, പക്ഷെ അവസാനിപ്പിച്ചില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം അവസാനിപ്പിച്ചതാ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം അവസാനിപ്പിച്ചിട്ടില്ലെന്നാ ഞാൻ പറഞ്ഞത്. വിഷ്ണു പറഞ്ഞതനുസരിക്ക് നീ പോയി ഒരുങ്ങിക്കേ. അമ്മേ, അമ്മ എന്നോട് ചോദിക്കാതെ തന്നെ അവരോട് വരാൻ പറഞ്ഞേ. നിന്നോട് ചോദിച്ച എന്താണ് വ്യത്യാസം ഉണ്ടാ ബോധൻ? അമ്മേ, എന്നോട് ചോദിക്കാതെ. സത്യമേ, എന്തിനാ മനസ്സിന് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കുന്നത്? ആരുടെ മനസ്സിന് ഇഷ്ടമില്ലാത്ത വിവാഹത്തിന്? വിഷ്ണുവിന്റെ തന്നെ. രാഘവേട്ട, ഇവര് രണ്ടുപേരും വിഷ്ണുവും രോഹിത്തും വിവാഹം കഴിച്ചു. അത് നമുക്കാർക്കെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ടിട്ടാണോ? താലി കെട്ടി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത്. എന്നിട്ട് ഇവിടെ ആരെങ്കിലും എതിർപ്പ് എന്തെങ്കിലും പ്രകടിപ്പിച്ചോ? രണ്ടാളെ നിലവിളക്ക് കൊളുത്തി സ്വീകരിച്ചതല്ലേ ഉള്ളൂ. മക്കളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് കരുതി. പക്ഷെ ആദ്യം തോന്നുന്ന ഇഷ്ടമല്ല പിന്നീടുള്ള ജീവിതം. പൊന്നുരച്ചു നോക്കാം നമുക്ക്. പക്ഷേ പെണ്ണിന്റെ ചെമ്പ് തെളിയുന്നതേ ജീവിതത്തിലെ ചില നിർണായക പ്രതിസന്ധികളില. അതിലൊന്നിന്റെ ചെമ്പ് തെളിഞ്ഞു. രണ്ടാമത്തവള് കുഴപ്പക്കാരിയാണെന്നൊന്നും ഞാൻ പറയില്ല. അവൾ എനിക്ക് വന്നു ചേരേണ്ട മരുമകള് തന്നെയാ. ഞാൻ അവളെ കളഞ്ഞിട്ട് വേറൊരു കല്യാണത്തിന് രോഹിത്തിനെ നിർബന്ധിക്കുന്നുണ്ടോ? ഇല്ല. അവളുടെ അനിയത്തി എന്ന് പറഞ്ഞ് ഞാൻ ഇവളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ടോ? ഇല്ല. അതിനർത്ഥം എനിക്ക് ആരോടും വിരോധം ഇല്ലെന്നാ. ഞാൻ പറയുന്നതേ ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ, അല്ലാതെ എന്റെ സ്വാർത്ഥതയ്ക്കല്ല. ഇത്രയും നന്മയൊക്കെ മതിയമ്മ വിഷ്ണുവിന്റെ ജീവിതത്തിലെ. സന്തോഷായിട്ടിരിക്കുക. പക്ഷെ ഇനിയെങ്കിലും എന്റെ ഇഷ്ടത്തിന് എന്നെ ജീവിക്കാൻ അനുവദിക്കണം. ഇത്രയും കാലം ജീവിച്ചത് നിന്റെ ഇഷ്ടത്തിന് തന്നെയാടാ. നിന്റെ ഇഷ്ടത്തിന് നീ വിവാഹം കഴിച്ചു. നിന്റെ ഇഷ്ടത്തിന് നീ ഇപ്പോ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നു. ഭാമേ, അവന്റെ ഇഷ്ടത്തിനാണോ അവൻ ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നത്? അതെ, ഇവന്റെ ഇഷ്ടത്തിന് തന്നെ രാഘവേട്ട. ഈ 6 വർഷത്തിനിടെ വേറൊരു വിവാഹം ഇവന് കഴിക്കായിരുന്നല്ലോ. ഞാൻ ഇത്രയും കാലം നിർബന്ധിച്ചോ? ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കാതെ ഈ വീടിനെ പറ്റി കൂടി ഒന്ന് ചിന്തിക്കേ. സത്യഭാമയ്ക്ക് പണമുണ്ട്, പക്ഷേ പിടിപാടും സ്വാധീനവും കുറഞ്ഞു. കാലത്തിനനുസരിച്ച് മാറാൻ സത്യഭാമയ്ക്ക് കഴിയാതെ പോയി. സരള പറയാറില്ലേ പവർ പൊളിറ്റിക്സ് എന്ന്? അവിടെ ഞാൻ പരാജയപ്പെട്ടു. സുസ്മിത കോർപ്പറേഷൻ മേയർ, ചന്ദ്രബോസ് വരെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ. സത്യഭാമയും കുടുംബവും അവരിപ്പോഴും ആ പഴയ 6 വർഷം മുൻപ് നിന്നിടത്ത് തന്നെ. സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ഷൺമുഖദാസ് നാളെ മന്ത്രിയാ. മിക്കവാറും ആഭ്യന്തരം തന്നെ കിട്ടും. ദേ, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബന്ധുവാ. മോനെ, അത് മാത്രമല്ല, നല്ല കുട്ടിയാ മഞ്ജരി.